കോഴിക്കോട് സൗത്തിൽ LDF സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിലിന്റെ പ്രചാരണ എഴുത്തുകളിലെ ഗ്ലാസ് ചിഹ്നം മായ്ച്ചു. ഗ്ലാസിന് പകരം ചിഹ്നമായി ബക്കറ്റ് അനുവദിച്ചതോടെയാണ് കഴിഞ്ഞ രാത്രി ചിഹ്നം പ്രവർത്തകർ മായ്ച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അഹമ്മദ് ദേവർകോവിൽ മത്സരിച്ചത് ഗ്ലാസ് ചിഹ്നത്തിലായിരുന്നു. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ചിഹ്നം അനുവദിച്ചില്ല ഗ്ലാസ് ഇത്തവണ, അതുകൊണ്ട് ബക്കറ്റിലേക്ക് മാറുന്നു. അപ്പോൾ ചിഹ്നം എവിടെയൊക്കെ എല്ലായിടത്തും ചിഹ്നം വരച്ചു കഴിഞ്ഞിരുന്നോ? അത് മാറ്റുന്ന തിരക്കിലാണോ ഇപ്പോൾ പ്രവർത്തകർ? സ്മൃതി, കോഴിക്കോട് സൗത്തിലാണ് അഹമ്മദ് ദേവർകോവിൽ മത്സരിക്കുന്നത്. അതായത് ഇത് മുൻ തെരഞ്ഞെടുപ്പിലെ ഗ്ലാസ് ചിഹ്നത്തിൽ മത്സരിച്ചതുകൊണ്ട് ഇത്തവണ ഗ്ലാസ് ചിഹ്നം കിട്ടുമെന്ന് അദ്ദേഹം കരുതി. പ്രചാരണത്തിലൊക്കെ തന്നെ ചുമരെഴുത്തിലൊക്കെ തന്നെ ഗ്ലാസിന്റെ ചിത്രം വരച്ചിരുന്നു. എതിർ സ്ഥാനാർത്ഥി ഇതാണ് ഫൈസൽ ബാബു, ലീഗിന്റെ ഫൈസൽ ബാബു ഏണി ചിഹ്നത്തിൽ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ചിഹ്നം വെച്ചൊക്കെ തന്നെ പ്രചാരണം നടത്തിയിരുന്നു. ബദലായിട്ട് തന്നെ അഹമ്മദ് ദേവർകോവിലും ഗ്ലാസ് വരച്ച് പ്രചാരണം നടത്തി. പക്ഷേ ഇന്നലെയാണ് ഗ്ലാസ് ചിഹ്നമില്ല, പകരം കിട്ടിയിരിക്കുന്നത് ബക്കറ്റാണെന്ന് അറിയുന്നത്. അതോടുകൂടി തന്നെ ഇന്നലെ രാത്രി തന്നെ ഏറെക്കുറെ എല്ലാ ചിഹ്നങ്ങളും മായ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ഗ്ലാസ് ചിഹ്നത്തിന് പകരം ബക്കറ്റ് വരയ്ക്കുന്ന തിരക്കിലാണ്. ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഫ്ലെക്സുകൾ ബക്കറ്റ് ചിഹ്നത്തിൽ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ദിവസങ്ങൾ തീരെ കുറവാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ചിഹ്നം അനുവദിച്ചിൽ തന്നെ ഒരു മാറ്റം വന്നത്. അതോടുകൂടി സ്ഥാനാർത്ഥികൾ അഹമ്മദ് ദേവർകോവിൽ മാത്രമല്ല, വടകരയിൽ KK രമ ഫുട്ബോൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ KK രമ ഫുട്ബോൾ ചിഹ്നത്തിലാണ് മത്സരിച്ചത്. അങ്ങനെ ഫുട്ബോൾ ചിഹ്നം വെച്ചുകൊണ്ട് പ്രചാരണം തുടങ്ങിയിരുന്നു. അവിടെ കിട്ടിയത് ടെലിവിഷനാണ്. KK രമയ്ക്കും ചിഹ്നം മാറ്റി പ്രചാരണത്തിന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. എലത്തൂരിലാണെങ്കിൽ NCP സ്ഥിരമായി കഴിഞ്ഞ 3 തവണ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ചു. ഇത്തവണ കിട്ടിയത് കാഹളം മുഴക്കുന്ന മനുഷ്യന്റെ ചിഹ്നമാണ് കിട്ടിയിരിക്കുന്നത്. ആ രീതിയിലാണ് ചില സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ അവസാന നിമിഷം പണി കിട്ടിയിരിക്കുന്നത്. ബേപ്പൂരിൽ PV അൻവർ ടിപ്പർ ലോറിയും ബക്കറ്റുമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കിട്ടിയത് ഗ്യാസ് സിലിണ്ടറാണ്. അത് അനുഗ്രഹമായി എന്നാണ് PV അൻവർ പറയുന്നത്. കാരണം ഇന്നത്തെ വിഷയം അറിയാൻ എല്ലാവരും ഗ്യാസ് സിലിണ്ടർ പിറകെ ഓടുന്നതുകൊണ്ട് എല്ലാവർക്കും മനസ്സിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കിട്ടിയത് അനുഗ്രഹമായി എന്ന് PV അൻവർ പറയുന്നത്. ഏതായാലും ഈ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ചിഹ്നം കാരണം ചില സ്ഥാനാർത്ഥികൾ വട്ടം കറങ്ങുന്ന പ്രശ്നമുണ്ട്. ഏതായാലും അണികളൊക്കെ തന്നെ ഈ അവസാന മണിക്കൂറിൽ വേഗത്തിൽ ചിഹ്നം മാറ്റി വരയ്ക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ്. സ്മൃതി, ശരി. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.